നോർമലി എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി പോലെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളെ മുത്തപ്പനെ കണ്ട് അത് അമ്പലത്തിൽ തൊഴുത് അപ്പൊ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇനി നമ്മൾ നേരെ മൂകാംബിക പോവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇനി ട്രെയിനിൽ കയറിയിട്ട് കാണാം. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ മൂകാംബിക പോകാനുള്ള ട്രെയിനിൽ കയറി. ഈ ട്രെയിനിൽ ഞങ്ങൾ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒന്നിലൊരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു ബസ് അതിലായിരിക്കും പോകുന്നത്. നമുക്കൊരു അബദ്ധം പറ്റി ഗൈസ്. മംഗലാപുരത്ത് നിന്ന് മൂകാംബിക പോകാനായിട്ട് 1:45 ഒരു ട്രെയിൻ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ആ ട്രെയിൻ രാവിലെ 1:45 ട്രെയിൻ ആയിരുന്നു. നമ്മൾ വിചാരിച്ച് ഉച്ചയായി. നമുക്ക് AM PM തമ്മിൽ മാറിപ്പോയി. അത് ഭയങ്കര ഒരു അബദ്ധമാണ്. ഇനി അവിടെ ചെന്നല്ല ഒന്നിന് വേറൊരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു ബസ്സിലായിരിക്കും നമ്മൾ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ രാവിലെ 10 മണി വരെ നമ്മൾ കേരളത്തിലായിരുന്നു. ഇപ്പൊ 1 മണിയായി. ഇപ്പൊ നമ്മള് കർണാടകയിലാണുള്ളത്. ഞങ്ങള് ഇന്റർസിറ്റി ട്രെയിനിൽ വന്ന് മംഗലാപുരം സ്റ്റേഷനിൽ ഇറങ്ങി. ഞങ്ങൾ ട്രെയിനിലോ ബസ്സിലോ മൂകാംബിക പോകുന്നതാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ലോകമാന്യ തിലകിലോട്ട് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് ആ ട്രെയിൻ പോകും. അപ്പോഴത്തേക്ക് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ട്രെയിനിൽ കയറി. ഈ TTR വന്നിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറക്കി നിർത്തുന്നോ അതോ ഫൈൻ അടയ്ക്കണമെന്നോ ഒന്നും അറിയാൻ വയ്യ. എന്നാലും നല്ല ടെൻഷൻ ഉണ്ട്. ഇങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് അവന് ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അതില് ഞാനും കണ്ണിന് കള്ളടിച്ചോണ്ടിരിക്കുകയാണ്. 3 ഡ്രോയിങ് ബുക്ക് ഉണ്ട്. ഒരെണ്ണത്തിൽ ഞാനും ഒരെണ്ണം കണ്ണുകൂട്ടി അടിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് കാണിച്ചു കൊടുക്ക്. ഫ്രണ്ട്സ്, ഞങ്ങള് മംഗലാപുരത്ത് ഇറങ്ങി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ബസ്സിലോ ട്രെയിനിലോ വരാനാണ് വിചാരിച്ചത്. ഞങ്ങൾ പെടച്ചടിച്ച് ഈ ട്രെയിനിൽ കയറിയോണ്ട് ഞങ്ങൾക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങള് ബ്രെഡ് ഓംലെറ്റ്, വടാപ്പാവ് അങ്ങനെയൊക്കെ അതിലേക്ക് ഒതുക്കി നമ്മൾ ഇന്നത്തെ ലഞ്ച്. പേടിച്ചായിരുന്നു ഞങ്ങൾക്ക് വലിയ എമൗണ്ട് ഫൈൻ അടയ്ക്കുമെന്ന് ഞങ്ങൾ ഇറക്കി കൊടുക്കാം. അതിന് മൂകാംബിക പോകുന്നത് മാത്രമാണ് ഇങ്ങനെയാണ് ചാർജ് ചെയ്തത്. ഫ്രണ്ട്സ്, ആ കാണുന്നത് കണ്ടൽക്കാടാണ് കേട്ടോ. ഒരുപാടുണ്ട് ഇവിടെ. കണ്ടൽക്കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിൻ്റെ ഈ പാലത്തിൻ്റെ മുകളിൽ നിർത്തി. സിഗ്നലിൻ്റെ പ്രശ്നമായിരിക്കും എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. എൻജിൻ കംപ്ലൈൻ്റ് ആയതാണ് കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പം ഗംഗാവാലി പുഴയുടെ മുകളിലാണ്. 1 മണിക്കൂറായി ട്രെയിൻ നിർത്തിയിട്ടേക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ് ഇതൊക്കെ കാണാൻ. അപ്പോൾ നമ്മുടെ ഗംഗാവാലി പുഴയുടെ കാര്യങ്ങളൊക്കെ അറിയാം. നമ്മുടെ അർജുൻ്റെ ആക്സിഡൻ്റ് ഒക്കെ നടന്നത് ഇതിലാണ്. ഈ ട്രെയിൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ട്രെയിനിന് എൻജിനില്ല. ഈ ട്രെയിൻ അടുത്തുള്ള സ്റ്റേഷനിൽ നിർത്തിയിട്ട് ഇതിൻ്റെ എൻജിൻ കൊണ്ടുവന്ന് ഞങ്ങളുടെ ട്രെയിനിൽ കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങളുടെ ട്രെയിൻ മുമ്പോട്ട് പോയത്. ഇതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്നതിന് ഇവിടെയാണ് കേട്ടോ ഇറങ്ങേണ്ടത്. അങ്ങനെ ഞങ്ങൾ ബൈന്ദൂർ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങളൊരു ടാക്സിയിൽ മൂകാംബികയിലോട്ട് പോവുകയാണ്. ഒരു ടാക്സിയുടെ റേറ്റ് 900 രൂപയാണ്. ശരിക്കും ഈ ട്രെയിൻ 4:30 ഇവിടെ എത്താനുള്ളതാണ്. ഇപ്പൊ സമയം 6:30 ഇപ്പോഴാണ് ട്രെയിൻ വന്നത്. ഗംഗാവാലി പുഴയുടെ മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സമയം എല്ലാം പോയി.
ഞങ്ങൾ ലോഡ്ജ് എടുത്തേക്കുന്നത് ത്രിവിക്രമ ലോഡ്ജ്, അത് അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്. ഇവിടെയൊക്കെ ഈ നവരാത്രി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. കാണുമ്പോഴത്തേക്കും ഇത് വെച്ചാൽ ഇവിടെ അടുത്ത് അരവിന്ദന്റെ അതിഥികൾ ഓർമ്മ വരുന്നല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ വഴി പറയണമെങ്കിൽ രാവിലെയൊക്കെ നോക്കണം, എന്നാലേ അതിന്റെ ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് പെട്ടെന്ന് ഫ്രഷായി അമ്പലത്തിലേക്ക് പോയി. ഹോട്ടലിലെ റൂമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി. ദർശനം കഴിഞ്ഞ് ദേവിയുടെ പ്രസാദമായിട്ട് കഷായാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് കേട്ടോ ഇത്. ദേവിയെ കണ്ടു, തൊഴുതു, പൂജയൊക്കെ ചെയ്യിപ്പിച്ചു. ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടുത്തെ കഷായം ഉണ്ടല്ലോ ഒരു പ്രസാദം, അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഞാനും അച്ഛനും അമ്മയും ഇവളുമായിട്ടൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞാനും ഇവളുമായിട്ടൊരു ഫോട്ടോ എടുത്ത്, കണ്ണനായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ എടുത്ത് ഒരു ചേച്ചിയുടെ കൂടെ എടുപ്പിച്ചാണ്. അപ്പൊ കണ്ണന്റെ സരസ്വതി മണ്ഡപത്തിൽ പോയേക്കുവാണ് പാട്ട് പാടാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നല്ല പോസിറ്റീവ് വൈബാണ് കേട്ടോ. നമുക്ക് നോർമലി എല്ലാ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി പോലെ. പക്ഷെ ഇതൊരു കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആസ്വദിച്ചാണ് ക്യൂവിൽ നിന്നത്. അപ്പോൾ നല്ല കണക്ക് ഞങ്ങൾക്ക് തൊഴുവാനൊക്കെ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നത്. അങ്ങനെ അമ്പലമൊക്കെ അടച്ച് ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. 10 മണി വരെ ഇവിടെ ഫുഡ് കിട്ടും. ഇപ്പൊ സമയം 9:30 കഴിഞ്ഞ്. ഈ ഹോട്ടലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. പെട്ടെന്ന് പോയാൽ ഫുഡ് കിട്ടും, പെട്ടെന്ന് ഗുണ്ട് ചമ്മന്തിയിൽ മുട്ട കഴിക്കുന്ന ഒരു സംഭവമാണ്. ഫ്രണ്ട്സ്, ഇത് കണ്ടോ പശുവിനൊക്കെ നമ്മൾ റോഡിലേക്ക് ഇങ്ങനെ വന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ പശുക്കളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് ഇങ്ങനെ പോകുന്നതാണ്. വണ്ടികളുടെ ഇടയിലൊക്കെ വന്ന് കാണും. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി ഇതേണക്കായിരുന്നു, കുറെ പശുവിനെ കണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈ നല്ല ഫുഡായിരുന്നു. നമ്മൾക്ക് റൂമിലോട്ട് പോവാം. അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് മലയാളി വെജിറ്റേറിയൻ ഹോട്ടൽസ് ഉണ്ട്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണ്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ റൂമിലാണ്. റൂം വരുന്നത് ത്രിവിക്രമ ലോഡ്ജിലാണ്. അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഈ ലോഡ്ജ്. എളുപ്പമാണ്, സമയം ലാഭിക്കാം, പെട്ടെന്ന് അമ്പലത്തിൽ പോകാനൊക്കെ പറ്റും. ഞങ്ങളുടെ റൂമിന്റെ റേറ്റ് 1000 രൂപയാണ്. പിന്നെ ഇവിടെ അല്ലാതെ 500 രൂപയുടെയും 800 രൂപയുടെയും റൂംസ് ഉണ്ട്. 1000 രൂപയുടെ റൂമില് 4 ബെഡ് ഉണ്ട്. ഇപ്പൊ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അഡ്ജസ്റ്റ് ചെയ്താൽ ഈ റൂമിൽ 8 പേർക്ക് കിടക്കാൻ പറ്റും.
രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി. റൂം എടുത്തത് ക്ഷേത്രത്തിന് നേരെ ഫ്രണ്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും വരാനും എളുപ്പമായിരുന്നു. മൂകാംബിക ദേവിയുടെ മുന്നിലുള്ള ചെറിയ ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ ദർശിച്ചതിന് ശേഷമാണ് മൂകാംബിക ദേവി ദർശനം നടത്തേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. നല്ല ക്യൂ ആണ്. കുറേ നേരം അങ്ങനെ ഞങ്ങൾ മൂകാംബിക ദേവിയെ കണ്ടു, പൂജയെല്ലാം കഴിപ്പിച്ചു. പ്രസാദായി ദേവിയുടെ കയ്യിൽ കിടന്ന കുപ്പിവളയും പട്ടും ഒക്കെ കിട്ടി. ഇത് കൊണ്ടുപോയി വീട്ടിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചു വെക്കാനാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ പ്രസാദമായിട്ട് ലഡ്ഡുവും കൂടി തന്നു. പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആവും, എന്നിട്ട് കുടജാത്രി പോകും. അപ്പോൾ നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിലെ വിശേഷങ്ങളുടെ തീരുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോ നമ്മുടെ കുടജാദ്രിയുടെ ഒരു ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.